ഹായ് ഹലോ നമസ്കാരം. വീണ്ടും സജീനയാണേ. ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് മസ്റ്റായിട്ട് തരണം. ഓക്കെ, വീഡിയോ കണ്ടു നോക്ക്. കണ്ടല്ലോ, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കുറേ സദാചാര അമ്മമാരും സദാചാര അമ്മായികളും ഉണ്ട്. ഒരു ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു ഭാഗം കണ്ട കടിച്ച് കീറി നൂൽപ്പാലത്തിലാക്കി തൂക്കി അശയിൽ ഇത് കഴുകി പിഴിഞ്ഞ് അശയിലിട്ട് ഉണക്കി എടുക്കാനായിട്ട് നിൽക്കുന്ന ഇതൊന്നും ഈ സദാചാര അമ്മമാരുടെ അമ്മായികളുടെ കണ്ണിൽ കാണുന്നില്ലേ എന്നാണ് എൻ്റെ ഒരു സംശയം. അതൊന്ന്. രണ്ടാമത്തെ, ഈ നെഗറ്റീവ് ഇടുന്ന നെഗറ്റീവ് വോളികളും ഇതൊന്നും കാണുന്നില്ലയോ എന്തോ. ഇതൊക്കെ വരും നിസ്സാരമായിട്ടായിരിക്കും അവർക്ക് തോന്നുന്നത്. ഇതിനൊക്കെ എന്ത് പറയാൻ, ഇതൊക്കെ നല്ലതല്ലേ എന്നായിരിക്കും. വേറെ ആരുടെയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയൊരു ഭാഗങ്ങളൊന്ന് കണ്ടുപോയാൽ ഭൂകമ്പം, ആകാശം ഇടിഞ്ഞ് നിലത്ത് വീഴും. ഇങ്ങനെ രണ്ട് വഞ്ചി കാല് ചവിട്ടി നിൽക്കുന്നവന്മാരെയൊക്കെ എന്ത് പറയും? ഏവണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അതെന്താണ്? വായ് ആ റീസൺ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്താണ്. മാത്രമല്ല, ഇങ്ങനെ അഴിഞ്ഞാടുന്ന കുറേ ആൾക്കാരുടെ ഫ്രണ്ടാണ്. അതാണ് വിറ്റ്. ഈ വ്ലോഗ് ചെയ്യുന്ന കുറേ ആൾക്കാരുടെ ഫ്രണ്ട്സുമാണ് ഇവരൊക്കെ. അമ്മടി. അപ്പം ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളല്ല. ഇതൊന്നും കുഞ്ഞുങ്ങൾ കാണുന്ന കാര്യങ്ങളല്ല. ഇതൊന്നും വീട്ടമ്മമാർ കാണുന്നില്ല. കുറേ അമ്മമാരും കുറേ അപ്പച്ചന്മാരും കുറേ വോയിസ് കുറേ ആൾക്കാർക്ക് ഇട്ടുകൊടുത്ത് അതൊക്കെ വ്ലോഗായിട്ട് കുറേ ആകാശം മുട്ട പറഞ്ഞു വന്നു. കുഞ്ഞുങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ? ഇതൊന്നും അമ്മാമ്മയുടെ അമ്മായിപ്പൻ്റെ ഒന്നും കണ്ണി കാണുന്നില്ലേ? അതോ ഇതൊക്കെ നല്ലതാണ്, വേറെ ഉള്ളത് ഇച്ചിരിയൊക്കെ കാണുന്നതുകൊണ്ടാണ് കുഴപ്പം? മൊത്തം കാണിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന ആറ്റിറ്റ്യൂഡ് ആണോ? നെഗറ്റീവ് ഇടുന്നവന്മാർക്ക് നെഗറ്റീവ് ഇടുന്നവന്മാർക്കും എന്തൊക്കെയാ അങ്ങ് പ്രസംഗിക്കുന്ന. ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ല, ഫേസ്ബുക്ക് തുറക്കാൻ പറ്റുന്നില്ല, ഇൻസ്റ്റഗ്രാം തുറക്കാൻ പറ്റുന്നില്ല, അതെല്ലാം ഈ ശല്യം. ഇപ്പം ഇതൊന്നും ശല്യമല്ല, ഇതൊക്കെ ആസ്വദിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് കാര്യം. അപ്പം ഇതൊന്നും കുഞ്ഞുങ്ങൾ കണ്ടാൽ കുഴപ്പമില്ല, ഇതൊന്നും വലിയവർ കണ്ടാൽ കുഴപ്പമില്ല, ഇതൊന്നും ഭർത്താക്കന്മാർ കണ്ടാൽ കുഴപ്പമില്ല, ഇതൊന്നും ആൺമക്കൾ കണ്ടാൽ കുഴപ്പമില്ല, ഇതൊന്നും അച്ഛന്മാർ കണ്ടാൽ കുഴപ്പമില്ല. പക്ഷേ വേറെ ആരുടെയെങ്കിലും എന്തെങ്കിലും ഒരു ഇച്ചിരി കണ്ട അതൊരു പ്രോബ്ലം തന്നെയാണ്. അന്തസ് ഇച്ചിരി അഭിമാനം ഉള്ളവരാണെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ അതിൽ ഉറച്ചു നിൽക്കുക. ഒരു കൊച്ചൊരു കാര്യം കാണുമ്പോൾ ഇത്രത്തോളം നെഗറ്റീവ് ആക്കുകയും അതിൻ്റെ ആ ഭാഗങ്ങൾ മാത്രം റൗണ്ട് ചെയ്ത് തമ്പേരിട്ട് പൊലിപ്പിക്കുകയും ചെയ്യുന്നവർ ഈ വീഡിയോകൾ, ഇങ്ങനെയുള്ള അർമാണിത്തരം വീഡിയോകൾക്കൊക്കെ എന്താണ് റിയാക്ഷൻ കൊടുക്കാത്തത്? വൈ പക്ഷെ ഞാൻ ചെയ്യും, ഓരോ വീഡിയോസും എടുത്ത് ഞാൻ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അതൊന്ന് അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും. അതിന് മുന്നേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. നമുക്കൊന്ന് നമ്മുടെ പുറമേലങ്ങ് ക്യാമറ നോക്കി നടക്കാനൊന്നും ആൾക്കാരൊന്നും ഇല്ലടേ. നമ്മളെ ഹൈപ്പിൽ കൊണ്ടുവരുന്നില്ല. നമുക്കൊക്കെ അത്യാവശ്യം കുറച്ചൊക്കെ കഴിവുകളൊക്കെ ഉള്ളേ, കുറേയൊക്കെ സീരിയലിലും കുറേയൊക്കെ സിനിമയിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ളേ, ഷോർട്ട് ഫിലിം, വെബ് സീരീസ്, ആൽബം അങ്ങനെയൊക്കെ അഭിനയിച്ചിട്ടുള്ളേ. ഒരു പട്ടിക്കുഞ്ഞുങ്ങളും നമ്മളെ അറിയത്തില്ല. വായ് സ്വയം ചിന്തിച്ച് നോക്ക്. നമുക്ക് എക്സ്പോസ് ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ എന്ത് വേണം? നിങ്ങളിലുള്ള സാധാരണ ആൾക്കാർ നമ്മളുടെ വീഡിയോകളെങ്കിലും കണ്ട് നിങ്ങളുടെ പ്രോത്സാഹനം നമുക്ക് കിട്ടിയാലും നമുക്ക് കഴിയും. ഹൈപ്പ് തന്നെയാണ്. അതൊരു മീഡിയ വന്നിരുന്ന് നമ്മുടെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിനേക്കാളും ഹൈപ്പ് തന്നെയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ ലൈക്കും ഓരോ കമൻറ്റും ഓരോ ഷെയറും നിങ്ങളുടെ സപ്പോർട്ട് അതിനെക്കാട്ടി വലിയ മെച്ചം തന്നെയാണ്. നല്ലതേ നിലനിന്ന് പോകൂ, നല്ലതല്ലാത്തത് കുറേ നാൾ നിൽക്കും, പിന്നെ അതങ്ങ് നശിച്ചു പോകും. നല്ലത് എന്നും നിലനിൽക്കും. അതാണ് എൻ്റെ പോളിസി. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കും വരും ഒരു കാലം എന്ന് കരുതിയിരിക്കാം. അപ്പോൾ എന്തായാലും ഒരു 4 സിനിമ കൂടി എൻ്റെ റിലീസാവാനുണ്ട്. ആ സിനിമകളൊന്ന് റിലീസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം 10 പേര് അറിയപ്പെടും എന്നൊരു വിശ്വാസമുണ്ട്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും താഴെ ചുമ്മാ എന്നല്ലേ വാവിട്ട് ചോദിച്ചിട്ടല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.